സൺഡേക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഒരു അടിപൊളി കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പച്ച വെള്ളത്തിൽ പഞ്ചി മിഠായി എന്ന് പറയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു കുറഞ്ഞ വോൾട്ടിൻ്റെ മിനി മോട്ടറാണ്. അപ്പോൾ ഞാൻ 5 വോൾട്ടിൻ്റെയാണ് എടുത്തത്. അപ്പോൾ നിങ്ങളും 5 വോൾട്ടിൻ്റെ എടുത്തേക്ക്. അപ്പോൾ ഇതിലേക്ക് കാണിച്ചാക്കുള്ള ഫീമെയിൽ സോക്കറ്റും സെറ്റാണ്. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു കുട്ടികളൊന്നും തൊട്ടാൽ ഷോക്ക് അടിക്കാത്ത വിധത്തിലുള്ള ഒരു സ്വിച്ചാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലത്തെ മെയിനായ ക്യാൻ കേട്ടോ. ഇതാണ് നമ്മളെ മെയിനായ സാധനം. അപ്പോൾ ഇത് ബേക്കിംഗ് പൗഡറിൻ്റെ ഒരു സ്റ്റീൽ ക്യാനാണ്. അപ്പം നിങ്ങൾ സ്റ്റീൽ ക്യാൻ തന്നെ യൂസ് ചെയ്യുക, പ്ലാസ്റ്റിക് ആരും യൂസ് ചെയ്യരുത്. പിന്നെ നമുക്ക് 5 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററും വേണം. അഡാപ്റ്റർ ഇല്ലാത്തൊരു ബാറ്ററിയിലും വർക്ക് ചെയ്യിപ്പിക്കാൻ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു കുപ്പിയാണ്. അത് നമുക്ക് മിനി മോട്ടർ സ്റ്റാൻഡാക്കി ഇതേപോലെ വെക്കാനാണ്. ഒക്കെ ഞാൻ കാണിച്ചു തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ഗ്ലൂ ഗണ്ണ്. ഇപ്പോൾ ഞാൻ സൂപ്പർ ഗ്ലൂ ഗണ്ണ് ഏതെങ്കിലും യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഉണ്ടാക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു പെട്ടി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ അളവെടുക്കണം. അതെങ്ങനെയാ വെച്ചാൽ ഈ പെട്ടി ഇങ്ങനെ വെച്ചിട്ട് ഒരു പാക്കർ യൂസ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഈ വായുഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വായുഭാഗം മാറ്റിയിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ബോട്ടിലൊന്ന് കറക്കി കൊടുത്താൽ മതി. ബോട്ടിലല്ല ക്യാൻ ഇങ്ങനെ മെല്ലെ കറക്കി കൊടുത്താൽ ഇതേപോലെ കറക്റ്റ് അളവ് വെച്ചു കേട്ടോ. അപ്പം നമുക്കിനി ആക്സിലോബേഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ മുറിക്കണം. ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. അതുപോലെ ഇതേപോലെ മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മുറിച്ചുള്ള ഭാഗമൊക്കെ നമുക്കൊന്ന് കത്രിക വെച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി കൊടുത്താൽ മതി കേട്ടോ. എന്താ വെച്ചാൽ ചെറിയ കുട്ടികൾ കറങ്ങുന്ന ഇടയ്ക്ക് കൈയേറ്റോ കൊണ്ടുപോയി വെച്ചാൽ മുറിയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കറക്റ്റ് അളവാക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നൈസാക്കാം. അപ്പോൾ നൈസാക്കുന്ന എന്തും കൊണ്ടാണ് വെച്ചാൽ ഇതേപോലത്തെ കമ്പി ഉറിക്കുന്ന ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അരട്ടി കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കൈ ചെറുങ്ങനെ ഇവിടെ ഒന്ന് മുറിഞ്ഞിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ നൈസാക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ കൈ കൊണ്ട് എന്താക്കിയാലും ഒരു കുഴപ്പമുണ്ടാവില്ല. അതുണ്ടോ ഫുൾ നൈസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വേണ്ട ഇതേപോലത്തെ ഒരു പെട്ടിയാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതേപോലത്തെ ഒരു പെട്ടി യൂസ് ചെയ്യുക. എന്നിട്ട് ആ പെട്ടി ഈ കുപ്പീൻ്റെ ത്രെഡ് ഭാഗമല്ലേ, ഈ ത്രെഡ് ഭാഗം ഇറങ്ങാൻ വിധത്തിൽ ഇതേപോലെ ഒരു ഹോൾ ഇടണം. അപ്പോൾ ഈ ഹോള് ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരുന്നു. ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് വീഡിയോക്ക് ലെങ്ത്ത് കൂടേണ്ട വെച്ചിട്ടാണ് ഞാൻ അത് കാണിക്കാത്ത കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കുറേ ചെറിയ ചെറിയ ഹോൾസ് ഇടണം ഇവിടെ. അപ്പോൾ ഞാൻ കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് ഹോൾസ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഹോൾസ് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇച്ചിരി ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കോമ്പസാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു പലകയിൽ വെക്കുക. എന്നിട്ടൊരു ഇങ്ങനെ 2 അടി കൊണ്ട് കൊടുക്കുക. അപ്പോൾ അതുപോലെ ഹോൾസ് സെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3 ലൈനായിട്ട് ഹോൾസ് സെറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഹോൾസൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഒരു ഹോൾസ് ഇടണം. കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ഇതേപോലെ ഒരു ഹോൾസ് ഇടണം. കറക്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ ഇതിങ്ങനെ വൈബ്രേറ്റായി ഫുൾ തെറിച്ച് പോകും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സെൻറ്റർ നോക്കണം. എന്നിട്ട് നമ്മൾ പാൻ ഇങ്ങനെ എടുക്കുക. ഇതേപോലത്തെ ഒരു പാൻ എടുക്കുക, ട്യൂബ്ലെസ് ആയിട്ടുള്ള ഒരു പാനാണ്. എന്നിട്ട് അത് നമുക്ക് ഈ ലെവലിൽ മുറിച്ചെടുക്കണം. അപ്പോൾ ആക്സിലോബേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ആക്സിലോബേഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതാണ് ഈ വേഗം മുറിയൂ. നമ്മളെ പാനൊക്കെ നമ്മൾ മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറക്റ്റ് ഇതിൽ DC മോട്ടറിൽ കറക്റ്റ് കയറുന്നുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ DC മോട്ടർ കയറാൻ പാകത്തിനായിട്ട് ഇവിടെ ഒരു സെൻറ്റർ കണ്ടോ, ആ സെൻറ്ററിലായിട്ട് നമുക്ക് പപ്പടം കുത്തി കൊണ്ട് ഹോൾസ് ഇടാം. ഞാൻ ഹോൾസ് ഇട്ടിട്ട് വേഗം വരാം. നമ്മളതാ ഹോൾസൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മിനി മോട്ടറിൻ്റെ ഇവിടെ ത്രെഡ് കണ്ടോ, ആ ഭാഗമൊക്കെ അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. നമുക്ക് സ്ക്രൂ ടൈറ്റാക്കാനുള്ള കുഞ്ഞ് ഹോൾസ് ഇടണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വേണ്ടിട്ടോ ഈ മിനി മോട്ടർ ഒന്ന് എൻ്റെ ഉള്ളിൽ കയറ്റട്ടെ. ഓക്കെ, അത് സെറ്റായി. ഇതുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കുറേ സ്ക്രൂ ഇടാൻ വേണ്ടി 2 ഹോൾസ് ഉണ്ട്. അത് അവിടെ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പാക്കറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്കെച്ചോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉപകരണം വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് മാത്രമേ ഹോൾസ് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മാറിപ്പോട്ടോ. അപ്പോൾ നമുക്കിത് കുഞ്ഞിലേക്ക് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിരിക്കാം. ഇത് ഇവിടെ കൊണ്ട് ഹോൾസും അവിടെ കുറച്ച് മാറ്റണം. ഇനി നമുക്കവിടെ ചെറിയൊരു കുഞ്ഞ് ഹോൾസ് ഇടാം. അപ്പോൾ നമുക്ക് വേഗം ഹോൾസ് ഇട്ട് സെറ്റാക്കി തരാം. നമ്മൾ ഹോൾസൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ മിനി മോട്ടർ അവിടെ വെച്ചിട്ട് സ്ക്രൂ വെച്ച് ടൈറ്റ് ആക്കണം. അപ്പോൾ നിങ്ങൾ മിനി മോട്ടർ വാങ്ങുമ്പോൾ സ്ക്രൂ ചോദിച്ചാൽ മതി. ആ കടയിൽ നിന്ന് അവർ തരും.
അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായത് കൊണ്ട് ഞാൻ അതും കൊണ്ടാണ് ടൈറ്റ് ആക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വേഗം ടൈറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ ടൈറ്റ് നമ്മൾ ഇച്ചിരി സൂപ്പർ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലത്തെ ഒരു നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഒരു ബ്ലാക്കും റെഡും കളറുള്ള ഒരു വയർ എടുക്കണം. എന്നിട്ട് നമുക്ക് മിനി മോട്ടറിൽ സോൾഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ സോൾഡിങ് അയൺ ഇല്ലാത്തവർ പിരിച്ച് വെക്കുക. ഞാനും പിരിച്ച് വെക്കുന്നത് എൻ്റെ സോൾഡിങ് അയൺ നാശമായി അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഈ കത്രിക യൂസ് ചെയ്തിട്ട് സ്ട്രിപ്പ് ചെയ്യാം. അപ്പം നമുക്ക് സ്ട്രിപ്പ് ചെയ്തിട്ട് വരാം. സ്ട്രിപ്പ് ചെയ്ത് നെഗറ്റീവും പോസിറ്റീവും മാറി വെച്ചൊന്നും പറ്റാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ നെഗറ്റീവും പോസിറ്റീവും മാറ്റിയല്ലേ കൊടുക്കണേ, കറക്റ്റാണ് കൊടുക്കണേ. നെഗറ്റീവും പോസിറ്റീവും എല്ലാവർക്കും അറിയാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ കറക്റ്റായി കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വയറൊന്ന് വേഗം സെറ്റാക്കിയിട്ട് വേഗം വരാം. അപ്പോൾ അതാ നമ്മളെ വയറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കറങ്ങുവാന്ന്. അപ്പോൾ അതാ നമുക്ക് ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് ലീഡ് കൊടുക്കുക. അപ്പോൾ നമ്മളെ അഡാപ്റ്റർ നമ്മൾ കറണ്ട് കുത്തിക്കുന്നുണ്ട്. ഫോണായി കിടക്കുകയാണ് കേട്ടോ. നമുക്കിതൊന്ന് വേഗം പിരിച്ച് വെക്കാം. അപ്പോൾ വയറൊക്കെ കുറച്ച് മിനി മോട്ടറിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് നോക്കി നോക്കാം. അടിപൊളിയായിട്ട് വർക്കാവുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലൊരു സ്വിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് സെറ്റാക്കിയ വീഡിയോ ഒന്ന് ചെറുങ്ങനെ കട്ടായി പോയി കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഒരു ഹോൾസൊക്കെ ഇട്ടിട്ട് നമ്മളെ വയർ ഇത് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ഹോൾസ് കൂടെ നമ്മളെ കുപ്പി ഇങ്ങനെ കത്തണം. ഇതേപോലെ കടത്തിയിട്ട് ഇതിങ്ങനെ തല തിരിച്ച് വെക്കുക. എന്നിട്ട് നമ്മളിതാ ഈ മൂടി വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കുക. അപ്പോൾ ഉള്ളിൽ നിന്ന് കൈ വെച്ച് കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ അതാ ഏകദേശം ടൈറ്റായി നിർത്തി. അപ്പോൾ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, അപ്പോൾ ചെറിയൊരു ഇളക്കം എന്താ വെച്ചാൽ അതിന് 2 കാല് വെക്കണം. അപ്പം നമുക്ക് ഇവിടെ ആയിട്ട് കാല് വെക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ ഒന്ന് ചൂടാക്കി തരാം. അപ്പോൾ നമ്മളെ ഗ്ലൂ ഗണ്ണൊക്കെ സെറ്റ് ആയിക്കുന്നുണ്ട്. നമുക്കിത് ഫുൾ ഒട്ടിച്ച് സെറ്റ് ആക്കണം. അപ്പോൾ 4 കാലാണ് വെക്കുന്നത്. അപ്പോൾ PVC പൈപ്പ് ആട്ടോ, ഇത് ചെറിയൊരു PVC പൈപ്പാണ്. നമുക്കതിങ്ങനെ ഇവിടെ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാല് വെക്കുക. എന്നിട്ടും അതിലിങ്ങനെ അപ്ലൈ ചെയ്യുക. അതും ഇതേപോലെ നിൽക്കുക. ഇനി നമുക്ക് 3ാമത്തെ കാല് എടുത്തിട്ട് ഗ്ലൂ ഗൺ ഇങ്ങനെ ഗ്ലൂ ആക്കിയിട്ട് അത് അവിടെ ഒട്ടിച്ച് നിർത്തട്ടോ. അപ്പോൾ ഈ മൂടി ഇങ്ങനെ പൊന്തിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇതേപോലെ സ്റ്റാൻഡ് വെക്കുന്നത്. അപ്പോൾ 4 സ്റ്റാൻഡും സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലൂ ഗൺ ഒന്ന് ഓഫാക്കാം. അപ്പോൾ ഇങ്ങോട്ട് ഉള്ളിൽ ഇതുണ്ടോ വയറൊക്കെ ഫ്രീ ആയി കിടക്കുകയാണ്. നമുക്ക് വയറ് കൂടി കൊടുത്തിക്കണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ ഹോൾസ് ഇട്ടിട്ട് അത് കൂടിയാണ് കൊടുത്തിക്കണേ. നമ്മളെ മോട്ടറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ടൊരു ഹോൾസ് ഇടണം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ അത് കൂടെ നമ്മൾ വയറ് കറച്ചാട്ടോ. അപ്പോൾ ഇത്ര ഐറ്റം വേണ്ട, നിങ്ങൾ താത്തിക്കോ. ഞാൻ കുപ്പി എടുത്തപ്പോൾ ഇച്ചിരി പൊക്കം കൂടിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ് വയറ് വരുന്നത് ഭാഗം നോക്കി. ഇതാ ഫ്രണ്ട്സ്, ഇതാ വയറ് വന്ന് നമുക്ക് ആ വയറൊക്കെ ഒന്ന് അവിടെ ഗ്ലൂ ചെയ്ത് വെക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിവിടെ സ്വിച്ച് വെക്കണം. അപ്പോൾ സ്വിച്ച് വെക്കാനുള്ള പോർഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ സ്വിച്ച് ചെയ്താൽ കാണിച്ചു തരാം. സ്വിച്ച് ഇതാണ് ഇപ്പോൾ സ്വിച്ച്. ഈ സ്വിച്ചാണ്. അപ്പോൾ നമുക്ക് ഇത്രയും വലുപ്പത്തിലായിട്ട് നമുക്കൊരു ഇവിടെ ആയിട്ടൊരു ഹോൾ ഇടാം. ഞാൻ ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് ഹോൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്വിച്ചൊക്കെ സെറ്റാക്കാം. നമ്മളതാ ഹോൾസൊക്കെ ഇട്ട് നമ്മൾ വയറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു റെഡ് വയർ എടുക്കുക. എന്നിട്ട് നമ്മൾ മോട്ടറിൻ്റെ ഒരു വയറിലേക്ക് ഇതേപോലെ ആക്കി വെക്കണം. എന്നിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. എന്നിട്ട് നമുക്ക് ഈ 2 വയർ എന്താക്കുക അറിയോ, ഈ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്വിച്ച് ഒന്ന് ലൂസാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണൊക്കെ അപ്ലൈ ചെയ്ത് ഫുള്ള് സേഫ്റ്റി ആക്കി വെക്കണം. അപ്പോൾ നമ്മൾ അതും സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. പിരിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ വെക്കുക. സ്വിച്ചിൽ പോഷൻ ഏത് ഹോൾസിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതൊന്ന് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ. ഇത് കുഞ്ഞ വയറായി കൊണ്ടേ ടൈറ്റ് ആവാൻ ഇച്ചിരി പാടാണ്. നമുക്കൊന്നും കൂടി ഒന്ന് പരുത്തിട്ട് ഓക്കെ
ഓക്കെ, ഇച്ചിരി ബാക്കോട്ട് വലിക്കട്ടെ. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ടൈറ്റ് ആക്കാം. അപ്പോൾ അത് അടിപൊളി ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ വയറെടുത്തിട്ട് ഈ വയറിന് ഇത്രയും വീതിയൊന്നും വേണ്ട കേട്ടോ. വീതിയല്ല, നീളം ഇത്രയും വേണ്ട. ഇവിടെ നിന്ന് മുറിക്കാം. അപ്പോൾ മുറിച്ച് അതും കഴിഞ്ഞ് ഇനി നമുക്കിത് ഈ പോർഷനിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളതാ അടുത്ത സ്ക്രൂ നമുക്ക് ടൈറ്റ് ആക്കണം. അതും ടൈറ്റ് ആക്കിട്ടോ. അപ്പോൾ അതാ നമ്മൾ പഞ്ഞിമുട്ടായി മിഷീൻ്റെ മേക്കിംഗ് ഫുൾ കഴിഞ്ഞ് സ്വിച്ച് ഇതാട്ടോ. സ്വിച്ച് ഇതാ, ഫീമെയിൽ സോക്കറ്റ് ഇതാ, ഇതൊക്കെ അവിടെ പശ എത്തിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കണം. ഈ സ്വിച്ചിൻ്റെ അവിടെ ഗ്ലൂ ഗണ്ണ് ഇവിടെ ഹീറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹീറ്റന്മാരല്ലേ നമ്മളെ മോള, അതേപോലത്തെ ഒരു പച്ച മരമുണ്ട്. അതിൻ്റെ ഞാൻ കാണിച്ചു തരാം മരം. ഒരു മിനിറ്റ് ഇട്ടോ. ഓക്കെ, ഇതേപോലത്തെ ഈറ്റല്ലേ, ഈറ്റ മരത്തിൻ്റെ കൊമ്പ് കഴുകി വൃത്തിയാക്കി വാട്ടി ഉരച്ച് കഴുകി ഒന്നും കൂടി കഴുകി പുതിയ പോലെ ആക്കി എടുത്തിട്ട് ഒന്ന് വാട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒന്നും ആവില്ല, നല്ല സ്റ്റേബിൾ സാധനമാണ്. ഇതാണ് നമ്മൾ പഞ്ഞിമുട്ടായി റോൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. നിങ്ങൾക്ക് ഉള്ളത് എന്താ വെച്ചാൽ അതേപോലെ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാരൻ്റെ അതിന് ഉണ്ടാക്കാം. അപ്പോൾ നേരെ പോയി ഉണ്ടാക്കി തരാം. അതൊരു പാത്രത്തിൽ ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കത്തിച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇത്രയൊക്കെ മതിയിട്ട് വെള്ളം. ഇനി നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇടാം. അപ്പോൾ ഇത്രയും പഞ്ചസാര മതി കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ പിടിക്കാനൊരു സാധനം വേണം. എന്നിട്ട് ആ സാധനം കൊണ്ട് പിടിച്ചിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതേപോലെ നല്ലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കരിയരുത്, കരിയാണ്ടാക്കണം കേട്ടോ. കരിഞ്ഞ പണി കിട്ടും. നമുക്ക് ഇച്ചിരി കൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇച്ചിരി സിമ്മിലിട്ട് കൊടുക്കാം കേട്ടോ. നല്ല അലിഞ്ഞ് അടിപൊളിയായി വരട്ടെ. അപ്പോൾ ഇച്ചിരി വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ചേർത്തത് പഞ്ചസാരയാണ്. ഇപ്പോൾ അലിഞ്ഞിട്ട് വെള്ളം പോലെ ആയത് കേട്ടോ. നമ്മൾ തുള്ളി വെള്ളമല്ലേ വെച്ചിട്ടുള്ളൂ. നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇച്ചിരിയും കൂടി ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിയാൻ സാധ്യത. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഡ്രൈ അടിച്ച് വെക്കി. ഇപ്പോൾ ചെറിയൊരു പാലറ്റ് വെച്ച്. അപ്പം അധികം വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പം നല്ലോണം ഇളക്കി കുഴമ്പ് പോലെ ആക്കണം. അധികം കറുപ്പിക്കരുത്, ഒരു അത്യാവശ്യം വെളുപ്പിക്കണം കേട്ടോ. ഇതുണ്ടോ ഞങ്ങളെ പെട്ടിയൊക്കെ കണ്ടോ, ഒരു വട്ടം വെച്ചിട്ട് പെട്ടി ഫുള്ളൊന്ന് കോളായി പോയിട്ടോ, കറുത്തിട്ട്. ഇനി നമുക്കതൊന്ന് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിനൊക്കെ ഓണാക്കാൻ പോവാണേ. ചേട്ടാ ഇത് ഇങ്ങനെ ആക്കി തന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ അമർത്തിയപ്പോൾ ഇതെന്താ കട്ട പോലെ ആയിട്ടോ. അപ്പം അനിയത്തിക്കൊന്ന് കൊടുത്തു നോക്കാം എന്താവുന്ന്. കറക്റ്റ് പഞ്ഞിമുട്ടതിൻ്റെ രീതി ആട്ടോ. എങ്ങനെ ഉണ്ട് ഒന്ന് ഒറ്റക്ക് കയറി സൂപ്പർ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യട്ടോ. ക്യാമറ രമേശ് ഇസ്മി റൈസ് സൈനിങ് ഔട്ട്.